പുനലൂർ പേപ്പർ മില്ലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ സന്ദർശിച്ച് വിലയിരുത്തി. പേപ്പർ മിൽ ഡയറക്ടർ ബോർഡ് അംഗം നെൽസൺ സെബാസ്റ്റ്യൻ, നഗരസഭാ വൈസ് ചെയർമാൻ എസ് ബിജു, പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ എന്നിവർ എസ് ജയമോഹനൊപ്പം ഉണ്ടായിരുന്നു. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ തന്നെ പുനലൂർ പേപ്പർ മില്ലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങാനാകുമെന്ന് ഡയറക്ടർ ബോർഡ് അംഗം നെൽസൺ സെബാസ്റ്റ്യൻ അറിയിച്ചു. വളരെ ദ്രുതഗതിയിൽ നടന്നുവരുന്ന അവസരത്തിലാണ് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം മാനേജ്മെന്റ് ചില തർക്കങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. പക്ഷെ അതെല്ലാം പരിഹരിച്ച് പേപ്പർ മില്ലിന്റെ റിവൈവൽ പ്രോസസ്, ചുരുക്കം ബാക്കി നിൽക്കുന്ന പണികളെല്ലാം വരും ദിവസങ്ങൾ തന്നെ പുനരാരംഭിക്കുകയും കേരളപ്പിറവി ദിനത്തോടുകൂടി നമ്പർ 1 മെഷീനിൽ നിന്നും പേപ്പർ റോൾ ഔട്ട് ചെയ്ത് ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയാണ് മാനേജ്മെന്റിനുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇതിനകം നടന്നു കഴിഞ്ഞു. 1ാം നമ്പർ മെഷീന്റെ പുനരുദ്ധാരണ പ്രവർത്തനം ഏതാണ്ട് 90-95% പൂർത്തീകരിച്ചു. അതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതിന്റെ സിസ്റ്റം എല്ലാം മാറ്റിക്കൊണ്ട് തന്നെ നവീകരിച്ച് പുതിയ രീതിയിലുള്ള മെഷീനായിട്ട് അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. സബ്സ്റ്റേഷന്റെ പണി, ആ മെഷീൻ ചലിപ്പിക്കാൻ യഥാർത്ഥത്തിൽ 11 kV സബ്സ്റ്റേഷൻ 11 kV ലൈനിന്റെ പ്രവർത്തനം മാത്രം മതി. പക്ഷേ ബാക്കിയുള്ള മെഷീനോട് കണക്കിലെടുത്തുകൊണ്ട് 110 kVയുടെ സബ്സ്റ്റേഷന്റെ പണി ഏതാണ്ട് 50% പൂർത്തീകരിച്ചു. ഫുട്ടിംഗ് വർക്കുകളെല്ലാം 100% പൂർത്തീകരിച്ചു. ബാക്കി ഇനി മേപ്പോട്ട് നട്ടും ബോൾട്ടും ഇട്ട് മേപ്പോട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഫാബ്രിക്കേഷൻ വർക്കാണ് ഇരിക്കുന്നത്. അതിനുള്ള മെഷീനറി എല്ലാം 100% മെഷീനറിയും നമ്മുടെ ഗോഡൌണിൽ വന്നു കഴിഞ്ഞു. കേരളപ്പിറവി ദിനത്തോടുകൂടി നമുക്ക് വളരെ ആഹ്ലാദത്തോടുകൂടി തന്നെ പുനലൂർ പേപ്പർ മില്ലിൽ വീണ്ടും പുനരുദ്ധാരണത്തിന്റെ പ്രവർത്തനത്തിന്റെ സൈറൻ വീണ്ടും മുഴങ്ങും എന്ന് ഉറപ്പു നൽകുവാനാണ് മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. 50 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. ഇനി 65 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാനുണ്ട്. പേപ്പർ മില്ലിന്റെ പ്രവർത്തനത്തിനായി 110 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണം നടന്നുവരികയാണ്. കാലതാമസം നേരിട്ടിരുന്നെങ്കിലും സബ്സ്റ്റേഷന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1/4 നൂറ്റാണ്ടോളമായി നിശ്ചലമായ പേപ്പർ മിൽ കേരളത്തിലെ ആദ്യത്തെ ലിമിറ്റഡ് കമ്പനിയാണ്. ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് മില്ലിന്റെ പ്രവർത്തനം തുടങ്ങിയത്. പുനലൂരിന്റെ അഭിമാന സ്തംഭമായ പേപ്പർ മിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോഴത്തെ മാനേജ്മെന്റിന്റെ കൈകളിൽ എത്തിയത്. മാനേജ്മെന്റിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം നിലച്ചുപോയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിങ്ങം 1 പുനരാരംഭിക്കാനാകും എന്നും ഇപ്പോഴുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തൃപ്തനാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മാനേജ്മെന്റിലുണ്ടായ തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് ലഭിക്കാതിരുന്ന ബാങ്ക് വായ്പ എത്രയും വേഗം ലഭ്യമാക്കാൻ മുൻകൈയെടുക്കും. വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾ കാര്യക്ഷമമായിരുന്നു. പേപ്പർ മില്ലിന്റെ പ്രവർത്തനം എത്രയും വേഗം തുടങ്ങാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ പറഞ്ഞു. പുനലൂർ പേപ്പർ മില്ലിന്റെ തന്നെ സൈറൻ കേട്ട് ഉണരുന്ന പഴയകാല സ്ഥിതിയിലേക്ക് പുനലൂരെത്തും എന്ന പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്കാകെ ഉണ്ടായത്. സമീപകാലത്ത് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയും മില്ല് തുറക്കാൻ ചില തടസ്സങ്ങളുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ ഉയരുകയുണ്ടായി. നടന്നു വരുന്നു എന്ന് പറയുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാമാണ് ഈ പറയുന്നതെല്ലാം തന്നെ അവിടെ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും തുടർന്ന് നടത്തേണ്ടത് ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് എന്നുള്ളതിനെ കുറിച്ച് മാനേജ്മെന്റുമായി ചർച്ച നടത്താനും നിലവിലെ ഏതൊക്കെ തടസ്സങ്ങളാണ് മില്ല് തുറക്കുന്നതിന് വേണ്ടി നിലനിൽക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് മാനേജ്മെന്റുമായും ഗവൺമെന്റുമായിട്ടുമെല്ലാം ഒരു ചർച്ച നടത്തിക്കൊണ്ട് ഇപ്പം ഏതാണ്ട് നിന്നു എന്ന് തന്നെ പറയാൻ കഴിയുന്ന തരത്തിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചിങ്ങം 1 തീയതി മുതൽ തന്നെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും കേരളപ്പിറവി ദിനം ആയിട്ടുള്ള നവംബർ 1 എങ്കിലും പുനലൂർ നിവാസികൾ സൈറൻ കേട്ടുണർന്ന് അവശേഷിക്കുന്ന തൊഴിലാളികൾക്ക് ജോലി നൽകി പരിസരവാസികളായിട്ടുള്ള ആളുകൾക്കും കൂടി തൊഴിൽ നൽകിക്കൊണ്ട് ഇതിനെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാമെന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ സന്ദർശിച്ചത്. പിന്നീട് അവരെ നേരിടുന്ന ഒരു തടസ്സം ഞങ്ങൾ മനസ്സിലാക്കിയത് 65 കോടി മുടക്കി എന്ന് പറയുമ്പോൾ ഇനിയും ഒരു 50 കോടി രൂപ കൂടി മുടക്കേണ്ടതായിട്ട്, 50 കോടി മുടക്കി 65 കോടി വേണ്ടി വരും എന്ന് പറയുമ്പോൾ ഏതാണ്ട് 100-110 കോടി രൂപ ഇതിനു വേണ്ടി മുടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 50 കോടി രൂപ ലോൺ ആണ് അവർ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷിച്ച ലോണ് ലഭിക്കാതിരുന്നതിന്റെ കാരണം മാനേജ്മെന്റ് തന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന യോജിപ്പ് വളരെ ഐക്യത്തോടുകൂടി ഇത് നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് തന്നെ രൂപപ്പെട്ട ചില തർക്കങ്ങളും തടസ്സങ്ങളുമാണ് ലോൺ ഉൾപ്പെടെ ലഭിക്കാൻ തടസ്സമായിട്ടുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. യൂണിയൻ പ്രതിനിധികൾ എന്ന നിലയിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലും മറ്റ് ഇതിന്റെ തടസ്സങ്ങളുള്ളവരുമായിട്ടും ട്രേഡ് യൂണിയനുകളുമായിട്ടും ഒരു തുറന്ന ചർച്ച നടത്തിക്കൊണ്ട് ആ തടസ്സങ്ങളെല്ലാം ഉന്നയിച്ച് പണം മുടക്കുന്ന ആള് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറായി മാറ്റിക്കൊണ്ട് ഈ സ്ഥാപനം തുറപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.